ചെങ്കടൽ ക്രൂഡ് പൈപ്പ് ലൈൻ എന്ന് കേട്ടാൽ ഇനി സൗദി അറേബ്യ എന്ന് ലോകം പറയുന്ന കാലം വിദൂരമല്ല. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സൗദി അറേബ്യ തങ്ങളുടെ അസംസ്കൃത എണ്ണ പൈപ്പ് ലൈന്റെ ശേഷി പടിഞ്ഞാറൻ ചെങ്കടൽ തീരത്തേക്ക് വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. കിഴക്ക് പടിഞ്ഞാറ് ക്രൂഡ് പൈപ്പ് ലൈന്റെ ശേഷി പ്രതിദിനം 2 ദശലക്ഷം ബാരലായി ഉയർത്താൻ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇത് സൗദി അറേബ്യയ്ക്കും അയൽ ഗൾഫ് രാജ്യങ്ങൾക്കും സുരക്ഷിതമായ ലോകത്തേക്ക് എണ്ണ എത്തിക്കുന്നതിന് എളുപ്പമാകും. പൈപ്പ് ലൈൻ വഴി അപകടകരമായ ചോക്ക് പോയിന്റുകൾ, അതായത് ഇടുങ്ങിയ കടൽ വഴികൾ കടന്നുപോകാതെ ആഗോള വിപണികളിലേക്ക് എണ്ണ എത്തിക്കാൻ ഇനി സൗദി അറേബ്യയ്ക്ക് സാധിക്കും. പ്രധാനപ്പെട്ട കടൽ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴുണ്ടാകുന്ന ആ ഒരു തടസ്സം കണക്കിലെടുത്തുകൂടിയാണ് സൗദി ഈ പൈപ്പ് ലൈൻ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 1980കളിൽ നിർമ്മിച്ച നിലവിലുള്ള ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ രാജ്യത്തിന്റെ കിഴക്കൻ എണ്ണപ്പാടങ്ങളിൽ നിന്ന് തുറമുഖ നഗരമായ യാൻബുവിലെ ചെങ്കട കയറ്റുമതി ടെർമിനലിലേക്ക് പ്രതിദിനം 7 ദശലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോകാൻ സാധിക്കും. ഹോർമുസ് പ്രതിസന്ധിക്ക് ശേഷം സൗദി അറേബ്യയ്ക്ക് ഇതൊരു സുപ്രധാന ഊർജ്ജ അടിസ്ഥാന സൗകര്യമായി മാറിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലൂടെ കടന്നുപോകാതെ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കയറ്റുമതി ചെയ്യാൻ ഇത് അനുവദിക്കുന്നു. ഇപ്പോൾ റിയാദ് ഇത് കൂടുതൽ വേഗത്തിൽ വികസിപ്പിക്കാനും ഇറാന് ഒരു കനത്ത പ്രഹരം നൽകാനുമാണ് ആഗ്രഹിക്കുന്നത്. ചെങ്കടലിലെ യാൻബു തുറമുഖത്തേക്ക് പ്രതിദിനം 7 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ പൈപ്പ് ലൈനിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. മെയ് മാസത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ അരാംകോ പറഞ്ഞത് ഇതിൽ ഏകദേശം 2 ദശലക്ഷം ബാരൽ വെസ്റ്റ് കോസ്റ്റിലെ ശുദ്ധീകരണ ശാലകളിലേക്കാണ് പോകുന്നതെന്നും ഏകദേശം 5 ദശലക്ഷം ബാരൽ കയറ്റുമതിക്കാണ് എന്നുമാണ്. കൂടാതെ പൈപ്പ് ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ മറ്റു രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. എന്നാലും അരാംകോയുടെ വികസന പദ്ധതിയിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പുത്തൻ ആക്കാനോ അല്ലെങ്കിൽ പുതിയ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാനാണോ എന്ന് വ്യക്തമല്ല. ഈ വിപുലീകരണത്തിൽ എണ്ണ ഉൽപ്പന്നങ്ങൾക്കായുള്ള ഒരു ചെറിയ രണ്ടാമത്തെ പൈപ്പ് ലൈനും ഉൾപ്പെട്ടേക്കാം. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലെടുക്ക് മറികടക്കാൻ പറ്റുന്ന റൂട്ടുകളിൽ ഇറാഖിൽ നിന്ന് തുർക്കിയിലേക്കുള്ള പൈപ്പ് ലൈൻ ഇടയ്ക്കിടെയുള്ള തകരാറുകൾ കാരണം പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം കുവൈറ്റ് എണ്ണ ഉൾക്കൊള്ളുന്നതിനായി സൗദി അറേബ്യയും എമിറേറ്റ്സും തങ്ങളുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിവരികയാണെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സിഇഒ ഷെയ്ഖ് നവാഫ് അൽ സബാഹ് പ്രസ്താവിച്ചു. ഇതിനു പുറമെ പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള മറ്റൊരു സ്രോതസ്സിൽ നിന്നുള്ള വിവരമനുസരിച്ച് ഇതിന് ഒരുപാട് സമയമെടുക്കുമെന്നും കോടിക്കണക്കിന് ഡോളർ ചിലവാകുമെന്നും പറയുന്നു. സൗദി ക്രൂഡ് ഓയിൽ വില നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ആവശ്യമായി വരാം. ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. ഈ വിഷയത്തിൽ ചില പ്രഖ്യാപനങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും അടുത്തുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. US-ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഹോർമുസ് കടലെടുക്ക് ഉപരോധിച്ചത് ഗൾഫ് രാജ്യങ്ങളെ പ്രതിദിനം 12 ദശലക്ഷം ബാരൽ വരെ ഉൽപാദനം നിർത്തിവെക്കാൻ നിർബന്ധിതരാക്കി. തുടർന്ന് ഇത് ഇന്ധനവില കുതിച്ചുയരാനുള്ള കാരണമായി. ഇറാൻ US കരാർ ഹോർമുസ് കടലെടുക്ക് തുറന്നിടുന്നതിന് മുൻപ് മുൻഗണന നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ സംഘർഷം ഉയർന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.